ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വൻപയർ മെഴുക്ക് പുരട്ടിയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് എടുക്കണം. ഈ കുതിർത്ത വൻപയറിനെ നമ്മൾ കുക്കറിനകത്ത് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസിൽ മതി. ഉടൻ തന്നെ നമ്മൾ എടുക്കണം. കൊട്ടിയുടെ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇതേ രീതിയിൽ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ കരിവേപ്പിലയും ഉണക്കമുളകും കുറച്ച് ഉഴുന്നും കടുവെല്ലാം ഇട്ട് ഞാൻ താളിച്ചെടുത്തിരിക്കുവാണ്. ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്, കീറിയിടണം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് ഒന്ന് വഴറ്റി, മീഡിയം തരത്തിലൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നതാണ് നമ്മുടെ ഈ വൻപയർ മെഴുക്ക് പുരട്ടിയുടെ വളരെ ടേസ്റ്റിനുള്ള കാരണം. ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ്, അപ്പോൾ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിലും ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുമ്പം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു ഇളം പരുവത്തിൽ. അതാണ് ഞാനിപ്പം ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്തത്. ഇതിലേക്ക് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കണമെന്നെങ്കിൽ തന്നെയുള്ള ആദ്യമേ ഞാൻ വളരെ കുറച്ചാണ് ചേർത്തത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ഈ പയർ മെഴുക്ക് പുരട്ടി. നിങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടെന്നറിയാമെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ വൻപയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.